ഹായ്, വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് കങ്ങരപ്പടിയിലാണ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്റർ അകലെയായി മനോഹരമായിട്ടുള്ളൊരു വീട്. 3.5 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള വീട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ വീട്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച വീടാണ് വരുന്നത്. 2 വീടുകളാണ് ഇവിടെ ഉള്ളത്. പുറകിലുള്ള വീട് ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇപ്പോൾ ഈ വീടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കണ്ടംപററി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സ് ടൈപ്പ് ഡിസൈൻ. മോൾ ഭാഗത്തായിട്ട് നമുക്ക് ബാൽക്കണി കാണാം. ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഹാൻഡ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത് എംഎസിലാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു കാർ പോർച്ചും ഒരു സിറ്റ് ഔട്ടുമാണ് വരുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഏകദേശം 3 മീറ്റർ വിഡ്ത്താണ് ഈ റോഡിനുള്ളത്. അത് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ മതിൽ വരുന്നില്ല. അതിന് പകരമായിട്ട് ഫുള്ളി സ്ലൈഡിങ് ഗേറ്റാണ്. ഡെക്വുഡ് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഫുള്ളി സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുറ്റത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. മുറ്റത്ത് വെച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളാണ്. 2 അടിയും 1 അടിയും രീതിയിലുള്ള കടപ്പ കല്ല് കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിറ്റ് ഔട്ടാണ് വരുന്നത്. അത്യാവശ്യം ഒരു 2-3 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏകദേശം 1 മീറ്റർ വിട്ടോളം സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമായിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള കസേരകൾ ഉണ്ടാവുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. 2 വശത്ത് പില്ലറുകൾ വരുന്നുണ്ട്. ഈ പില്ലറിൽ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് പുറത്തുള്ള കാര്യങ്ങൾ. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ്. വലിയ ഒറ്റപ്പാളികളുള്ള മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു അക്രിലിക്കിൻ്റെ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഈ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. അത് നല്ല വലിപ്പമുള്ളതാണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ. ഈ വീട് 3.5 സെൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ വരുന്നുണ്ട്. 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ്. പിന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ 3.5 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ള ഇവിടെ നമുക്ക് TV യൂണിറ്റ് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ വാൾ പേപ്പറും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ താഴെ വരുന്നുണ്ട്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂരിയോ ഷെൽഫും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ട 2 പാളി ജനലാണ്. ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ജനലാണ്. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. എൻ്റെ അരികളെല്ലാം സ്ക്വയർ ട്യൂബിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ വാൾ വരുന്നുണ്ട്. അത്യാവശ്യം ക്യൂരിയോസ് ഒക്കെ ആവുന്ന സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പർഗോളകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ അഴികളും സ്റ്റീലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. ചെറിയൊരു വാഷ് കൗണ്ടറാണ്. ഒരു വാനിറ്റി കൗണ്ടർ താഴെ വരുന്നുണ്ട്. ചെറിയൊരു ഗ്രാനൈറ്റിൻ്റെ ബേസിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു ജോൺസൻ്റെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോൾ സീലിംഗ് വർക്ക് ഇതുപോലെ തന്നെയുള്ള മനോഹരമായ രീതിയിൽ തന്നെ നമ്മൾ ലിവിങ് സ്പേസിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ലോവേഴ്സ് കൊടുത്തിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കാണാം. അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് കൗണ്ടർ ടോപ്പിന് വരുന്നത്. വൈറ്റ് കളറുള്ള വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കബോർഡ്സിൻ്റെ അടിയിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ വരുന്നു. ഇവിടെയും കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ പുറത്തൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും ഒരു ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. 2 വശത്തേക്കും പോകാവുന്ന രീതിയിലുള്ള ഡോർ, അപ്പുറത്തേക്കും പോകാം, ഇവിടെയും പോകാവുന്ന രീതിയിൽ ഡോർ കൊടുത്തിട്ടുണ്ട്. കിണർ വെള്ളവും വാട്ടർ കണക്ഷനും ഈ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമാണുള്ളത്. ഇനി നമ്മൾ പോകേണ്ടത് ആ ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. ഇതാണ് ആ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇത്.
ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റിലേഷൻ ഇവിടെയും ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ വരുന്നു. അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാർഡ്രോബിന് വേണ്ടി ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബെഡ്റൂമിൻ്റെ സ്പേസ് അപഹരിക്കാത്ത രീതിയിലാണ് ഈ വാർഡ്രോബിൻ്റെ സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് വെച്ചിട്ടില്ല. 2 ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്കും ഒരു ലൈറ്റും ടൈല് കൊടുത്തിട്ടുണ്ട്. വാൾഹാങ് ക്ലോസറ്റും കൺസീൽഡ് ബ്രഷ് ടാങ്കുമാണ് വരുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെ ആ 2 ടൈലുകൾ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ വെന്റിലേഷൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. മോൾ ഭാഗത്ത് എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. സെറൈഡേതാണ് വാഷ് ബേസിൻ. ക്ലോസറ്റും സെറൈഡേത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. ഇപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഒരു ശ്രദ്ധിച്ച ഒരു കാര്യം, ഓട്ടോമാറ്റിക് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി പോകുന്നതനുസരിച്ച് ഇവിടെ ഈ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് മുകളിലേക്ക് പോകുന്നതാണ്. സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് MS-ലാണ്. വുഡൻ ഫിനിഷിലാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇങ്ങനെ അപ്പർ ലിവിങ് സ്പേസിൽ ഒരു Z ഷേപ്പിലാണ് പോകുന്നത്. ഇവിടെയാണ് ശരിക്കും അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്കൊരു പാസേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ഒരു ഏരിയ. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റും വരുന്നുണ്ട്. നല്ല ഗ്ലോസി ആയിട്ടുള്ള PVC പാനലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ലൂവേഴ്സ് വരുന്നുണ്ട്. ലെഡ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റുകളൊക്കെ ഉണ്ട്. അത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം സെയിം സ്പേസ് തന്നെയാണ്. നല്ല വലിപ്പമുള്ളതാണ് ബെഡ്റൂം. ഇവിടെ ഒരു ജനൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് വലിയ വാർഡ്രോബാണ് വരുന്നത്. ഒരു ഗ്ലോസി ആയിട്ടുള്ള ലാമിനേഷൻ ഷീറ്റും ഇവിടെ ഒരു വുഡൻ ഡിസൈൻ വരുന്ന ലാമിനേഷൻ ഷീറ്റും ഒട്ടിച്ചിട്ടാണ് ഇത് വരുന്നത്. നല്ല ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കബോർഡിൻ്റെ ഉൾവശം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ലൊരു കബോർഡ്. അത് മുകളിൽ മുട്ടത്തക്ക രീതിയിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. താഴത്ത് കണ്ട ഡ്രസ്സിങ് ഏരിയ പോലെ തന്നെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് വരുന്നുണ്ട്. അത് ഒരു വാനിറ്റി കൗണ്ടറൊക്കെ അതും കൊടുത്തിരിക്കും. ഇതാണ് ബാത്റൂം. ഈ ടൈല് മാത്രമാണ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഡിസൈനും സെയിം തന്നെയാണ്. വാൾഹാങ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് സെൻട്രൽ ഭാഗത്ത് ഷവർ, കയർ വരുമ്പോൾ തന്നെ വാഷ് ബേസിനും അങ്ങനെയാണ് ആ ബാത്റൂമിൻ്റെ കാര്യം വരുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. അപ്പോൾ ഈ ഭിത്തിയിലേക്ക് നോക്കിയാൽ ക്യൂരിയോ ഷെൽഫൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3ാമത്തെ ബെഡ്റൂം നോക്കാം. അപ്പോൾ എല്ലാ ബെഡ്റൂമുകളും 3 ബെഡ്റൂമുകളുള്ള 3 നല്ല വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ചില വീടുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ 3-4 ബെഡ്റൂം ഉണ്ടാവും. ബെഡ്റൂമുകളുടെ വലിപ്പം കുറവായിരിക്കും. പക്ഷേ ഇതെല്ലാം നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. കബോർഡുകളെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഫോൾ സീലിങ്ങും അതേപോലെ തന്നെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഇതിനു വേണ്ടി, വാർഡ്രോബിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ബാത്റൂം, ഈ ബാത്റൂമിൻ്റെ ഈ ടൈലിന് മാത്രം വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിയെല്ലാം ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടൈൽ പാറ്റേൺ മാത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി നോക്കാം. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ഈ വീടിന് വരുന്നത്. അപ്പോൾ ഈ ഡോറ് തുറന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് എത്തിച്ചേരാം. ബാൽക്കണി 2 ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും. കവേർഡ് സ്പേസ് കുറച്ച് പൊക്കിയിട്ട് വെള്ളം വീഴാത്ത, അകത്തേക്ക് വരാത്ത രീതിയിൽ പൊക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. 2 പില്ലറുകൾ ആ സിറ്റ് ഔട്ടിൽ നിന്ന് വന്ന് കണ്ട പില്ലർ മുകളിലേക്ക് വരുന്നുണ്ട്. ഹാൻഡ് റെയിലുകൾ MS-ലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ഗോവണി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ മുകളിലേക്കാണ് ടെറസിലേക്ക് പോകുന്നതിന് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് ആ ഓപ്പൺ സ്പേസ് കൂടി നമുക്ക് കാണാം. അവിടുത്തെ ടൈൽ അല്പം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള, വെള്ളം വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടൈല് കൊടുത്തിരിക്കുന്നു. 3.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ യൂട്ടിലിറ്റി സ്പേസ് ഇല്ല. മുകളിലേക്ക് പോകുന്നതിന് ഗോവണി ആ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. കാങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം 400 മീറ്ററാണ്. നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല
ഉള്ളൊരു വീട്. ഈ വീടിൻ്റെ വില 88 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.